കേന്ദ്രഭരണ പ്രദേശം. അവിടെ ആൾക്കാരുണ്ട്. ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. വളമായിട്ടിട്ടേ അല്ലേ? ഇതിന് നാട്ടിലോട്ട് 100 രൂപയ്ക്ക് കൊടുത്താൽ മതി അല്ലേ? (1885) സ്ഥാപിച്ച ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിനിക്കോയ് ഐലൻഡിൽ, ലക്ഷദ്വീപിൽ മിനിക്കോയ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹൗസിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പറ്റുന്നത്. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ ഈ വീഡിയോയുടെ താഴെ കമൻസിൽ അറിയിക്കുക. ഇതാണ് മിനിക്കോയ് ദ്വീപിലെ ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം. മ്യൂസിയം ചെറുതായിട്ട് ഫോട്ടോ ഗാലറി പോലെ അങ്ങനെ ചെറുതായിട്ടുണ്ട്. പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ആണെന്നുള്ള ഒരു അടയാളമാണത്. വിളിക്കുന്ന ടവർ അല്ലേ? ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട് എന്നുള്ളത് അവര് ഇത്രയും ഡിസ്റ്റൻസ് വരെ അവർക്ക് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് ഐലൻഡല്ലേ, സമുദ്രത്തിന് നേരത്തെ അറിയിക്കുന്ന. പണ്ട് ടിവിയുടെ ഒക്കെ കണക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു തോന്നുന്നു. അതിന്റെ കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ മറ്റേ ടിവിയുടെ ഒക്കെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയായിരുന്നു. നേരത്തെ ഈ ഡിഷ് TV വർക്ക് ആവത്തില്ലായിരുന്നു. അവർക്കൊരു പർട്ടിക്കുലർ ഒരു ഇതുണ്ട്. ഒന്നും ചെയ്യണ്ട, തന്നെ വളർന്നോളും, തന്നെ കേറിക്കോളും, തന്നെ മുട്ട ഇടും. അവിടെ പൂച്ചയുണ്ട്. അവിടെ പൂച്ച നല്ല ഉറക്കമാണ്. പാമ്പില്ല, പട്ടിയില്ല. അതുകൊണ്ട് കോഴിക്കുഞ്ഞിനെയൊന്നും ഒന്നും കൊണ്ടുപോകത്തില്ല. അത് ഇങ്ങനെ വളർന്നോളൂ. ആ കോഴി പ്രത്യേകത ഉണ്ട്. കടല് ഇവിടെയില്ല. എടുത്തില്ല ഒരാഴ്ച ഇവിടെ ഇതിടുക. പാസ് ഉണ്ടല്ലേ? പാസ് ഉണ്ടോ? കാണാൻ പറ്റുമോ? അങ്ങനൊന്നും ഇല്ലായിരുന്നു. ക്യാമറ യൂസ് ചെയ്യണ്ട, ഫോട്ടോ എടുക്കണ്ട. ഇപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് വേണം കയറാൻ. കണ്ടോ, ഇവിടെ എന്തോ റിനോവേഷൻ വർക്ക് നടക്കുവാന്ന് തോന്നുന്നു. കയറിക്കോ, എല്ലാരും കയറിക്കോ. ലാസ്റ്റ് ഇതൊന്നും അല്ല, ഇത് കിടക്കും.
ഇവിടെ എന്തൊക്കെയോ സംതിങ് ഉണ്ടെന്നാണ് മനസ്സിലാവണില്ല. കണ്ടില്ലേ ഡോറ് കണ്ടോ? അൽമാരയൊന്നും അല്ലത്. അതുപോലെ കണ്ടത് ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഫയറിൻ്റെ സംതിങ് എന്തോ ആയിരിക്കും. ഒരു ഫ്ലോർ ഇത് മിറർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗ അല്ലേ, ഇതേ ഗ്ലാസ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മേളത്തെ ലൈറ്റ് ഹൗസിന്റെ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. പഴയ ഗ്ലാസ് അവർ മാറ്റി വെച്ചതാ. ഇത് എന്താന്ന് വെച്ചാൽ 3 point ലാമ്പ് ചാർജർ. ഓ, ലൈറ്റ് കത്തുന്നതിൻ്റെ ചാർജറാണ്. ചാർജർ വർക്കാവുന്നത് ഇങ്ങനെയാണ്. ഇത് പെട്രോളിയം വേപ്പർ ബർണർ. ഇതെന്തോ ബർണർ എന്തുവാ, കറണ്ട് പോകുമ്പോൾ കാണിക്കാം. 1995. ആ, ഞാൻ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇൻവെർട്ട് ചെയ്താണ്. ഇത് സംതിങ് എന്തോ ആണ്. എന്താണെന്നൊരു ഐഡിയ ഇല്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് ഭരണി. ഇത് ലിവർ ഹീറ്റ് കെറട്ടോസിൻ ആൻഡ് പെട്രോളിയം വേപ്പർ ലാമ്പ്. കണ്ടോ, ഇതിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ജാറൊക്കെയാണ് ഇത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണുന്നത്. നോക്കി കയറിയില്ലെങ്കിൽ പണി പാടും. അയ്യാ, ഇനിയില്ലേ? സ്വർണം കൂടി കാണുമല്ലോ. ഇതന്നെ. ഇത് ലാസ്റ്റ് ഉണ്ടോ? ഇവിടെ റിസോർട്ടൊക്കെയാണ് കാണുന്ന അപ്പുറത്ത്. കണ്ടില്ലേ? ലൈറ്റ് ഹൗസിലേക്ക് ഇതാണ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ്. പിന്നെ ലെൻസ് വഴിയാണ് ഇത് കറങ്ങും സാധിക്കുന്നത്. ആണ് ലൈറ്റ്. ഇതാണ് മിനിക്കോയ് ഐലൻഡിലെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ ഒരു നൈക്കിൻ്റെ ചിഹ്നം പോലെയാണ് ഈ ദ്വീപ് കാണാൻ സാധിക്കുന്നത്. ഇതാ സോളാർ പാനലിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇവിടുത്തെ. അതായത് നമുക്ക് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഐലൻഡ് ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഐലൻഡിലെ റിസോർട്ടാണ് ഇത് കാണുന്നത്. ഇവിടെ നിന്നാണ് കാണാൻ സാധിക്കും.
ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു. ആ മെസ്സേജ് ഇട്ടതേ ഉള്ളൂ. ആ തെയ്യം തീയിൽ ചാടുന്നതിന് എന്തെന്ന് പറയുക, തീ തെയ്യ ഞാൻ കൊടുത്തിട്ട് കൊണ്ടുവരാം.